എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയുടെ 2ാം ദിവസം ഇന്ന് നമ്മൾ കർണൂലൊക്കെ പിന്നിട്ട് ഇപ്പോൾ നേരെ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഒരു ടോൾ പ്ലാസയും കൂടി നമ്മൾ എത്തിയിരിക്കുന്നു. അമക്കത്താഡു ടോൾ പ്ലാസ, ആന്ധ്രാപ്രദേശിലെ അമക്കത്താഡു ടോൾ പ്ലാസയിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. മനോഹരമായ സ്ഥലം, ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റ്. നല്ലൊരു സ്ഥലമാണ് എനിക്ക് റെസ്റ്റോറൻറ്റ് കിട്ടിയത്. നൈസ് പ്ലേസ്. ഈ വണ്ടിയിൽ 2 വണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അത് നല്ല സിസ്റ്റമാറ്റിക്കാന്നതിൻ്റെ ബാക്കിലെ ട്രേ പണിതിട്ടുള്ളത്. ഒരു വണ്ടി ഇങ്ങനെ വെച്ച് ആ ട്രേൻ്റെ അപ്പുറത്തെ ട്രേ അതിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് അടുത്ത വണ്ടി, അതായത് 2 വണ്ടി ഓടിക്കൊണ്ട് പോകണ്ട. അതുകൊണ്ട് ആ 2 വണ്ടീൻ്റെ ഡീസലും ഡ്രൈവർ പൈസലും ലാഭം തന്നെ കിട്ടും. ഇവിടെ അതിമനോഹരമായ ഒരു സ്ഥലം കാണുന്നുണ്ട്. അത് നല്ല സഹ്യപർവ്വതങ്ങളാണെന്ന് തോന്നുന്നു. മലനിരകളൊക്കെ കാണുന്നുണ്ട്. താഴെ കാടാന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. എന്നാലും കാട്ടിലെ കൂടി തന്നെ പോകുന്ന സംഭവം. നമ്മുടെ നാട്ടിലെ പോലെ കാടല്ല. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള റൂട്ടിൽ ഇങ്ങനെ നേരെയുള്ള റോഡ് അധികം ഉണ്ടാവില്ല. കുറേ ഭാഗം നേരെ പോകും, പിന്നെ ചെറിയൊരു വളവ്, പിന്നെ നേരെ ഇങ്ങനെ പോയിട്ട് പോക്കാം. വേറൊരു സുന്ദര ഗ്രാമം, നല്ല മലകളും കാടുകളെല്ലാം ആയിട്ട് നല്ലൊരു പച്ചപ്പുള്ള സുന്ദരമായ ഗ്രാമം. നമ്മുടെ കൃഷ്ണഗിരിയൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു അതേ ലൊക്കേഷൻ അതുപോലെ ഉണ്ട്. ഇവിടെ മുകളിലൊരു ശിവന്റെ അമ്പലം ഉണ്ട് തോന്നുന്നു. കാണുമ്പോ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കസേപ്പള്ളി ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 ലൈനേ ഓപ്പണുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു തിരക്കുണ്ട്. ഇത് മൊത്തം നെല്ല് കൂട്ടിയിട്ടാണ്. മല പോലെ കൂട്ടിയിട്ടില്ല. അനന്തപുരത്തിരം ഒരു ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി വണ്ടികൾ ഇങ്ങനെ സിംഗിളായിട്ട് പോകുന്ന ഒരു പ്രശ്നമായിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നറിയില്ല. യുണൈറ്റഡ് സ്പിരിറ്റ്സ് അതുപോലെ ലിക്കർ കമ്പനിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനിയുടെ ഉള്ളിൽ സെക്യൂരിറ്റി നമ്മളെ വിളിച്ചു. ബില്ല് തന്നെ നമുക്ക് തിരിച്ചു തന്നിട്ട് നമ്മളോട് സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോൺ ക്യാമറ അലൗഡ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അത് നോക്കാം. അഥവാ പറഞ്ഞില്ലെങ്കിൽ നിർത്തി വെക്കാം. കമ്പനീൻ്റെ ഉള്ളിലേക്കുള്ള സെക്കൻഡ് ഗേറ്റാണ്. ഇവിടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്ന കമ്പനി. ഒരു കമ്പനി, കുറേ കമ്പനി ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിലൊരു കമ്പനി ഇതാണ്.
ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയമാണിപ്പോൾ. കൺവെയർ വെച്ചിട്ടാണ് ഇവർ ഈ ബോക്സും ഈ ബോട്ടിലൊക്കെ പുറത്തേക്ക് ഇറക്കുന്നത് വണ്ടിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് സുഖമാണ്, കുറേ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ബെൽറ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ നമ്മൾ പുറത്തോട്ടേക്ക്. അപ്പോൾ നമ്മളെ വണ്ടി ലോഡൊക്കെ ഇറക്കി നമ്മൾ പുറത്തോട്ടേക്ക് വരികയാണ്. അപ്പം റിസീവ്ഡൊക്കെ വാങ്ങിച്ചു, അതായത് പ്രൂഫ് ഓഫ് ഡെലിവറി, അതായത് POD എന്ന് പറയും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നേരെ ഇനിയിപ്പം സെക്യൂരിറ്റി ഗേറ്റിലേക്ക് പോകണം. കാരണം എന്ന് വെച്ചാൽ അവർ ഈ വീലിൽ വെക്കുന്ന 2 സ്റ്റോപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതും പിന്നെ സേഫ്റ്റി ഷൂ ഇടണം. അങ്ങനെ അവർ തന്നെ ഷൂ ഒക്കെ ഈ കമ്പനിയിലേക്ക്, ചില കമ്പനിയിൽ ഭയങ്കര നിർബന്ധവും അത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. അതിനുശേഷം ഗേറ്റ് പാസ് വന്നിട്ടുണ്ട്, ഔട്ട് പാസ്. അതവിടെ ഗേറ്റിൽ കൊടുത്തിട്ട് അത് എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. പുറത്തോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ വണ്ടി അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മെട്രോ അല്ല, എക്സ്പ്രസ് ഹൈവേ പാലത്തിൻ്റെ അടിയിലായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പാപ്പിക്കൾച്ചറിൽ നിന്നുള്ള പാതാളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവൻ അതെല്ലാം അഴിച്ചു വെച്ച് നിർത്തിയെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചായയുടെ കുടിക്കാൻ പോകാമെന്നിരിക്കാം. ഭയങ്കര തിരക്കുള്ള ഈ മെട്രോ എന്ന് പറയുന്നത് ഈ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ റോഡിൻ്റെ പാലത്തിൻ്റെ അടിയിൽ വണ്ടി അവിടെ സൈഡാക്കി വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് വരിക. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാജരാജേശ്വരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും രാജരാജേശ്വരി ഹോസ്പിറ്റലും ആണ്. ഇവിടെ ഡെന്റൽ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ അടുത്ത ലോഡ് ഇവിടുന്ന് അടുത്ത് തന്നെ പിടരി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു അടുത്ത കോളിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് മാറ്റിയിട്ട് പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളാക്കി പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.